നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിൽ നിയമലംഘകരെ പിടികൂടുന്നതിൽ വലിയ തോതിൽ പ്രവാസികൾ ഉൾപ്പെടുന്നുണ്ട്. കുവൈറ്റ്, സൗദി, ദുബായ് എന്നിവ സ്വദേശവൽക്കരണം ശക്തമാക്കിയതോടെ നിയമത്തിലും കടിഞ്ഞാണിട്ടിരിക്കുകയാണ് അധികാരികൾ. അതിനാൽ തന്നെ കൂടുതൽ ശ്രദ്ധ ഇതിനോടകം തന്നെ പുലർത്തേണ്ടതുണ്ടെന്ന് അധികാരികൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ കുവൈറ്റിൽ താമസരേഖയുള്ള പ്രവാസികൾ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ കരുതിയിരിക്കണമെന്നും അവരുടെ കൈവശം ചിലത് ഉൾപ്പെടുത്തണമെന്നും അധികാരികൾ വ്യക്തമാക്കുന്നുണ്ട്. വാർത്തയിലേക്ക്. കുവൈറ്റിൽ താമസ വിസയിലുള്ള വിദേശികൾ രാജ്യത്തു നിന്നും പുറത്തേക്ക് പോകുമ്പോഴും തിരികെയും യാത്ര ചെയ്യുമ്പോൾ യാത്രാരേഖയോടൊപ്പം തന്നെ സിവിൽ ID കാർഡുകൾ കയ്യിൽ കരുതണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു വ്യക്തമാക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതിനാൽ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് പ്രവാസികളുടെ മാത്രം കടമയാണെന്നും അവർ വ്യക്തമാക്കി. സിവിൽ ID കാർഡിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന താമസക്കാർക്ക് സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി നൽകുന്ന ബദൽ രേഖ വിമാനത്താവളങ്ങളിലോ തുറമുഖങ്ങളിലോ യാത്രാരേഖയായി നൽകിയാൽ മതിയെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയകളിൽ വാർത്ത പ്രചരിക്കുന്നത്. എന്നാൽ ഈ രേഖ സിവിൽ ID കാർഡിന് പകരമായി സ്വീകരിക്കുന്നതല്ല തന്നെ. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ കേന്ദ്രങ്ങളിൽ നിന്നും താമസക്കാരുടെ അപേക്ഷയിൽ 6 മാസത്തെ കാലാവധിയോടെ അനുവദിക്കുന്ന ബദൽ രേഖയിൽ അപേക്ഷകന്റെ സിവിൽ ID നമ്പറും താമസരേഖയുടെ സാധ്യതയും അടങ്ങുന്ന വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ഇത് താമസക്കാരുടെ അപേക്ഷ പ്രകാരം സിവിൽ ID കാർഡിന് ആവശ്യമായ മറ്റ് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനും അവരുടെ താമസരേഖയുടെ സാധുത തെളിയിക്കുന്നതിനും വേണ്ടി മാത്രമാണ് അനുവദിക്കുന്നത്. ഈ രേഖയ്ക്ക് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ പോർട്ട് അതോറിറ്റിയുടെ അംഗീകാരമില്ലാത്തതിനാൽ ഈ ബദൽ രേഖ യാത്രാവേളയിൽ ആവശ്യമായ സ്മാർട്ട് സിവിൽ ID കാർഡിന് പകരമാവില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. അതിനിടെ സിവിൽ ID കാർഡുകൾക്ക് വേണ്ടി അപേക്ഷിച്ചവർക്ക് ഇവ ലഭിക്കുന്നതിന് ഏറെ കാലതാമസം നേരിടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സിവിൽ ID കാർഡ് പ്രിന്റ് ചെയ്യാനുള്ള കാർഡുകളുടെ കുറവാണ് കാലതാമസത്തിന് കാരണം. പാസ്പോർട്ടുകളിൽ വിസ സ്റ്റിക്കർ പതിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കിയതോടെ വിദേശങ്ങളിലേക്കുള്ള യാത്രാവേളകളിൽ സിവിൽ ID കാർഡുകൾ യാത്രാരേഖയായി നിർബന്ധമാക്കിയതോടെ അപേക്ഷകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യവും ഉടലെടുത്തിരിക്കുകയാണ്. നേരത്തെ പ്രതിമാസം 80,000-ഓളം സിവിൽ ID അപേക്ഷകളാണ് ലഭിച്ചിരുന്നത് തന്നെ. എന്നാൽ പാസ്പോർട്ടിൽ വിസ സ്റ്റിക്കർ പതിക്കുന്നത് നിർത്തലാക്കിയതിനു ശേഷം പ്രതിമാസം 2 ലക്ഷത്തോളം സിവിൽ ID കാർഡുകൾക്കുള്ള അപേക്ഷകളാണ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ലഭിക്കുന്നത്. ഇക്കാരണത്താലാണ് പ്രിന്റ് ചെയ്യാനുള്ള കാർഡുകൾക്ക് ക്ഷാമം നേരിട്ടത്. ഇതിനായി മന്ത്രാലയം കരാറിൽ ഏർപ്പെടുത്തിയ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.